അങ്ങോട്ട് വാഹനങ്ങൾ പോകുന്നുണ്ട്, ഈ ഭാഗത്തേക്കും പോകുന്നുണ്ട് വാഹനങ്ങൾ. എന്താണ് ഇവിടെ ഒരു അണ്ടർപാസോ ഓവർപാസോ എന്താ കൊടുക്കാത്തതെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ വിട്ടത് നമ്മളെ കോഴിക്കോട് ഭാഗത്ത് കാണുന്നുണ്ട്. വരുന്നത് ഈ ഓവർപാസിൻ്റെ അടുത്തുള്ള ഭാഗത്തുള്ള മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഓവർപാസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസിലാണ്. തൊണ്ടയാട് ഫ്ലൈ ഓവർ കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം ഒരു ഗ്യാപ്പുകൾ വിട്ടൊരു ഭാഗം. ഇവിടെ ഫ്ലൈ ഓവറോ അണ്ടർപാസോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വലിയൊരു ഭാഗം റോഡിൻ്റെ ക്രഷ് ബാരിയർ വെക്കാതെ കാണാം നമുക്ക്. ഇതാണ് കോട്ടോളി എന്ന ഭാഗത്തേക്ക് പോകുന്ന ഒരു ഭാഗം. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ജംഗ്ഷൻ കൂടെ ആയ ഭാഗത്ത് ഒരു അണ്ടർപാസും ഓവർപാസും ഒന്നും കാണുന്നില്ല. ഇവിടുന്ന് ഈ ചെറിയ റോട്ടിലൂടെ നമുക്ക് അങ്ങോട്ട് പോകുന്ന ആ ഭാഗത്തേക്കൊക്കെ മെഡിക്കൽ കോളേജ്, മാവൂർ, മുക്കം ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു വഴിയും കൂടാണ്. ഈ ഭാഗത്ത് ഇങ്ങനെയൊന്നും വിട്ടതൊന്നും കാണുന്നില്ല. ഇവിടെ മെർജിങ് പോയിന്റുകൾ ആയിട്ട് അതും കാണുന്നില്ല. ഇവിടെ വർക്ക് ഇങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി മലാപ്പറമ്പ്, വേങ്ങേരി ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇനി എത്രത്തോളം വർക്കുകൾ ബാക്കിയുണ്ട്, അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കി കാണുന്നത്. കുറേ ഭാഗത്ത് ഇനിയും വർക്കുകൾ നടക്കാനുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്കുകളൊന്നും ഈ ഭാഗത്തൊന്നും തീർന്നിട്ടില്ല. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയും വരാനുണ്ട്. അതേപോലെ നമ്മുടെ ക്രഷ് ബാരിയർ ജോയിൻറ്റ് ചെയ്യാൻ ഇവിടെ തന്നെ കാണാം നമുക്ക്. ജോയിൻറ്റിങ് കുറേ ഭാഗത്ത് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ജോയിൻറ്റിങ് ഉണ്ട്. അവിടെ കുറച്ച് മുൻഭാഗത്ത് ജോയിൻറ്റിങ്ങിൻ്റെ ബാക്കിയുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയും ഇവിടെയൊക്കെ നടക്കാനുണ്ട്. നമ്മൾ ഇന്ന് അങ്ങനത്തെ വർക്കുകളാണ് നോക്കുന്നത്. ഇവിടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു ചതുപ്പായ സ്ഥലമാണ്. മണ്ണ് വെള്ളമൊക്കെ കണ്ടിട്ട് കാണുന്നുണ്ട്. വെള്ളമൊക്കെ ഒഴുകി പോകുന്നത് കാണുന്നുണ്ട് തോട്ടിലൂടെയൊക്കെ. ഇവിടെയൊക്കെ കുറച്ച് പ്രയാസം തന്നെയാണ് വർക്ക് ചെയ്യാൻ തോന്നുന്നത്. ഇവിടെയൊക്കെ അടിയിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാണാം നമുക്ക്. ഇവിടെ താഴ്ഭാഗത്തൊക്കെ ഒരു തോട് പോലെയാണ് ഇവിടെ കാണുന്നത്. സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് ഇത്. ഇവിടെ ഈ സൈഡിലൂടെയൊക്കെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൂടെ ഒരു ചെറിയ തോടുണ്ട് തോന്നുന്നത്. ഇത്രയും ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, മലാപ്പറമ്പ് ഭാഗത്തേക്ക്. ആ ഭാഗത്തേക്കൊക്കെ എത്രത്തോളം വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട്, കംപ്ലീറ്റ് ആവാനുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 100 മീറ്ററോളം ഇങ്ങോട്ട് വന്നപ്പോഴേക്കും വീണ്ടും ഒരു ജംഗ്ഷനാണ് കാണുന്നത്. ഇവിടെ കാണാം നമുക്ക് സർവീസ് റോഡിൻ്റെ വർക്കുകൾ. ഇങ്ങനെ ഒരു രീതിയിലാണ് ഇവിടേക്കുള്ള സർവീസ് റോഡ്. വെള്ളം പോകുന്ന ഒരു ഭാഗം കൂടെയാണ് തോന്നുന്നത്. തോടൊക്കെ ഉണ്ട് അപ്പുറത്ത്. അതുകൊണ്ട് കുറച്ച് വലിയ രീതിയിലുള്ള ഒരു കോൺക്രീറ്റിൻ്റെ ഒരു റോഡാണ് ഇവിടെ വരുന്നത്. ഒരു പാലം പോലെ തന്നെ, ഒരു തോട് പോലെ അതിൻ്റെ മുകളിൽ. ഇവിടെ കാണാം നമുക്ക് ഹൈവേയിലാണ് ഇപ്പോൾ ഇത്. ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ഒരു ജംഗ്ഷനും കൂടെയാണ് ഇവിടെ. അങ്ങോട്ട് വാഹനങ്ങൾ പോകുന്നുണ്ട്, ഈ ഭാഗത്തേക്കും പോകുന്നുണ്ട് വാഹനങ്ങൾ. എന്താണ് ഇവിടെ ഒരു അണ്ടർപാസോ ഓവർപാസോ എന്താ കൊടുക്കാത്തതെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ വിട്ടത് നമ്മളെ കോഴിക്കോട് ഭാഗത്ത് കാണുന്നുണ്ട്. ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, വളരെ നല്ലതായിരുന്നു. കുറേ പേർക്ക് അറിയാം, എനിക്കും അറിയില്ലായിരുന്നു. ഇതാ ഇവിടെ നമ്മുടെ കോഴിക്കോട് ടൗൺ ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡാണ്. ഇവിടെ അത്യാവശ്യം വലിയൊരു റോഡ് തന്നെയാണ്. ഈ റോഡിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും കാണുന്നില്ല. ഒരു അണ്ടർപാസ് ഓവർപാസ് ഒന്നും കാണുന്നില്ല. ഇത്രയും വലിയൊരു റോഡ് ഉണ്ടായിട്ട്. കോഴിക്കോട് ബൈപ്പാസിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ജംഗ്ഷനുകളായി കാണുന്നുണ്ട്. വാഹനങ്ങളൊക്കെ ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് ഹൈവേയിൽ പോകുന്നത്. എന്താണെന്നറിയില്ല. ഈ ഭാഗത്ത് ഇങ്ങനെ കുറേ വർക്കുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും പ്രതിഷേധങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കണ്ടില്ല. അതെന്താ അറിയില്ല. അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ. ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ അണ്ടർപാസ് ഓവർപാസ് ഒന്നും കൊടുക്കാത്തത്, അതോ സിഗ്നൽ വരുമോ, ഒരു ഐഡിയ ഇല്ല. ഇവിടെ കാണാൻ നമുക്ക് സർവീസ് റോഡിൻ്റെ ഭാഗം കുറച്ച് വീതിയുള്ള ഒരു ഡ്രൈനേജാണ് ഇവിടെ വരുന്നത് തോന്നുന്നത്. കാണാം നമുക്ക് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ
മണ്ണൊക്കെ നിരത്തുന്നൊരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് ആ ഭാഗത്താണ് ക്രെയിൻ ഉപയോഗിച്ച് ക്രാഷ് ബാരിയറുകളൊക്കെ വെച്ച് നിയന്ത്രിക്കുന്നുണ്ട് വാഹനങ്ങളുടെ പോക്കൊക്കെ. അപ്പോൾ ഇനി നമുക്ക് മലാപ്പറമ്പ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഒരുപാട് വർക്കുകൾ ഇനിയും നടക്കാനുണ്ട്. കോഴിക്കോട് ബൈപ്പാസിൽ വർക്കുകൾ കഴിഞ്ഞു എന്ന് കുറേ ന്യൂസുകളൊക്കെ കേട്ടിരുന്നു. കുറേ വർക്കുകൾ ഇനിയും നടക്കാനുണ്ട്. ജോയിൻറ്റിങ് ആണ് കുറേ ഭാഗത്ത് കൂടുതലായിട്ട് നടക്കാനുണ്ട്. ഹൈവേയിൽ ജോയിൻറ്റിങ് നടക്കാനുണ്ട്. ഇത് ക്രഷ് ബാരിയറിൻ്റെ ജോയിൻറ്റിങ്ങുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയും ഒരുപാട് ഭാഗത്ത് നടക്കാനുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ക്രഷ് ബാരിയറിൻ്റെ ജോയിൻറ്റിങ് ഇനിയും ബാക്കിയുണ്ട്. ആ ഭാഗത്തുണ്ട്. അങ്ങനെ ഒരുപാട് ഭാഗത്ത് ഇനി ജോയിൻറ്റിങ്ങുകളുണ്ട്. നമുക്കപ്പോൾ ഇനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിക്കാം. ഈ ഭാഗത്തല്ല, നമ്മുടെ രാമനാട്ടുകര ഭാഗത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു വർക്കാണ്. ഹൈവേയിൽ എക്സിറ്റ് ആകുന്ന ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ക്രാഷ് ബാരിയർ പോലുള്ള ഒരു സംഭവങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ട്, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇത് നോക്കിയിട്ടില്ല. നോക്കിയാൽ പറയായിരുന്നു, ഞാൻ നോക്കിയിട്ടില്ല. ഇത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് ആവുന്ന ഭാഗത്ത് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു സൂചന തരുന്ന ഒരു രീതിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗം കണ്ടാൽ നമുക്ക് എക്സിറ്റ് ആവാം. ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണ് ഇവിടെ കാണാൻ. നമുക്ക് കണ്ടില്ല, ഇതാണ് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെ ഇങ്ങനെ കൊടുത്തത് കാണാം. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾ കയറാൻ പറ്റില്ല. വീണ്ടും നമ്മൾ കുറച്ച് ദൂരം, വളരെ കുറഞ്ഞ ദൂരം വന്നപ്പോഴും കാണാം ഇവിടെ ക്രഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. ഇവിടെ കാണാൻ കുറേ സിമെൻറ്റിൻ്റെ ക്രഷ് ബാരിയറുകൾ കൊണ്ടുവന്ന് വെച്ചതൊക്കെ. ഇവിടെ ഒരു സംഭവം, റോഡ് താഴ്ന്നു പോയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഇടിഞ്ഞു പോയതാണ് തോന്നുന്നത്. അതിൻ്റെ ശേഷം ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ് ഈ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഇനി പുതുതായിട്ട് താഴേന്ന് കെട്ടിക്കൊണ്ടുവരേണ്ടതുണ്ടെന്ന് തോന്നുന്നത്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ട്. ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. കാണാം നമുക്ക്. ഇവിടെ ഒരു പാടം പോലുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം കുറച്ച് വെള്ളമൊക്കെ കയറുന്ന ഒരു ഭാഗമായതുകൊണ്ടായിരിക്കാം താഴ്ന്നിട്ടുണ്ട് ഈ ഭാഗമൊക്കെ. റോഡ് കാണാം നമുക്ക്. ഇതാ പൊട്ടി കയറിയതൊക്കെ കാണാം നമുക്ക്. കുറേ ഭാഗത്ത് അങ്ങനെ വിണ്ടു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനി ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാനിങ്ങനെ പിടിച്ചു തരാം. ഇതാണ് മലാപ്പറമ്പ് ഭാഗത്തു നിന്നുള്ള ഒരു ബോർഡാണ്. ഇതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാം. ഒന്ന് കറക്റ്റ് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ജംഗ്ഷനാണിത്. മലാപ്പറമ്പ് ഭാഗത്താണിത്. ഇപ്പം നിങ്ങൾ ഈ ബോർഡ് കണ്ടത് പ്രതിഷേധമൊക്കെ ഈ ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ്, ഓവർപാസ് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് കാണാം ഇവിടെ ഹൈവേൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം. നല്ല സ്പീഡിലാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അധികാരികളുടെ ശ്രദ്ധയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. കാര്യമായിട്ടുള്ള ഒരു പ്രതിഷേധങ്ങളൊന്നും കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് കടക്കാൻ പോലും പറ്റാത്തത്ര വേഗത്തിൽ വാഹനങ്ങൾ ഇതിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്താണ് മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു റോഡും കൂടെ ഉണ്ട്. ഈ ഭാഗത്ത് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഹൈവേ ഇവിടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ ഒരു വർക്കിൻ്റെ ഒന്നും കാണുന്നില്ല. അണ്ടർപാസ്, ഓവർപാസ് അതിനെ പറ്റിയുള്ള ഒരു വർക്കൊന്നും ഇവിടെ കാണുന്നില്ല. ഇതാ ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നൊരു ജംഗ്ഷനാണ്. കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് വേറൊരു കാഴ്ച കാണാം. ഇവിടെ കുടിവെള്ള പദ്ധതിൻ്റെ പൈപ്പ് ലൈനിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ന്യൂസിലൊക്കെ കേട്ടിരുന്നു ഇവിടെ കുറച്ച് ദിവസമായിട്ട് പൈപ്പ് ലൈനിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് വെള്ളമൊക്കെ മുടങ്ങുന്നുള്ള. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് താഴ്ഭാഗത്ത് കാണാം, വലിയ പൈപ്പാണ് കാണുന്നത്. ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈനാണ് ഇതിലൂടെ പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ജംഗ്ഷനിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇവിടെ വർക്കുകളൊന്നും കാര്യമായിട്ടൊന്നും കാണുന്നില്ല.
ഇവിടെ സർവീസ് റോഡ് ഇതിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ ക്രാഷ് ബാരിയർ ഇങ്ങനെ കണ്ടിന്യൂ ആയി ഇതിലേക്ക് മുട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഈ ജംഗ്ഷന് ഇല്ലാതാവുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ആളുകൾ ഇതിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മലാപ്പറമ്പ് മെയിൻ ജംഗ്ഷൻ ഉണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. കുറച്ച് മുൻഭാഗത്താണ്. ആ ഭാഗത്ത് ഒരു ഓവർപാസ് കൊടുത്തിട്ടുണ്ട്. ആ ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ എന്തായി എന്ന് നമുക്ക് നോക്കാം. ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഇതാണ് ഈ റോഡിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു സർവീസ് റോഡ്. ഈ ഭാഗത്തു നിന്നുള്ള ഒരു സർവീസ് റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ടൗൺ ഭാഗത്തേക്ക് പോകുന്നത്. അവിടെയാണ് മലാപ്പറമ്പ് ജംഗ്ഷന്. നമുക്ക് അങ്ങോട്ടാണ് ഇനി പോകാനുള്ളത്. നമ്മളിപ്പോൾ മലാപ്പറമ്പ് ജംഗ്ഷനിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത്. ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൻ്റെ കൂടുതൽ കൊണ്ടായിരിക്കാം ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടത്. ഇവർ താൽക്കാലികമായിട്ട് ഒരു സിഗ്നലൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ നല്ല ബ്ലോക്ക് അനുഭവിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. പോലീസും ആളുകളൊക്കെ ട്രാഫിക്കൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ബ്ലോക്കിന് ഒരു കുറവുമില്ല. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് അടുത്ത് പോയി നോക്കാം. ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകാത്തതുകൊണ്ടായിരിക്കാം ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഇതാണ് താഴോട്ട് കാണുമ്പോഴുള്ള കാഴ്ച. ഓവർപാസിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ള മണ്ണെടുത്ത് റോഡ് ലെവൽ ചെയ്യുന്ന വർക്കുകളൊക്കെ ഇനിയും വളരെ കൂടുതലായിട്ട് നടക്കാനുണ്ട്. അതിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. അവിടെ കുറേ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കാണാം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കട്ട വെച്ചുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. ആ ഭാഗത്തു നിന്നാണ് മണ്ണെടുത്ത് കൊണ്ടുപോകുന്നത്. അവിടെ കുറേ മുന്നേ തന്നെ കോൺക്രീറ്റിൻ്റെ വാളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗത്തുള്ള മണ്ണാണ് ഇപ്പോൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ആ ഭാഗത്ത് എങ്ങനെയാണെന്ന് കുറച്ചുകൂടെ അടുത്തേക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. ആ ഭാഗത്താണ് നമ്മൾ നേരത്തെ കണ്ട ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ റോഡിൻ്റെ ലെവലിലേക്കാണ് ഇവിടുന്ന് മണ്ണെടുത്ത് മാറ്റാനുള്ളത്. ഇവിടെയാണ് ഒരു ഓവർപാസ് വരുന്നത്. ഈ ഓവർപാസിൻ്റെ അടുത്തുള്ള ഭാഗത്തുള്ള മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഓവർപാസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇവിടെയാണ് ഇനി മണ്ണ് എടുത്ത് മാറ്റാനുള്ളത്. അതിൻ്റെ മുൻഭാഗത്ത് തന്നെ മണ്ണ് ലെവൽ ചെയ്ത ഭാഗത്ത് മെറ്റലൊക്കെ കൊടുന്ന് തട്ടുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അത് കാണാൻ നമുക്ക്. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ പൈപ്പ് ലൈനിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട്. ഈ കോൺക്രീറ്റ് വാളിൻ്റെ അപ്പുറത്ത് ഇവിടെ കുറച്ച് പഴയ പൈപ്പുകളൊക്കെ എടുത്ത് മാറ്റി വെച്ചത് കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ഭാഗത്ത് മണ്ണുകൾ എടുത്ത് മാറ്റാനുണ്ട്. ഈ ഭാഗത്തൂടെയാണ്, പഴയ റോട്ടിലൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. കാരണം നമുക്ക് ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ അടുത്തുകൂടെ കുറേ ഭാഗത്ത് ഇനിയും മണ്ണുകൾ എടുത്ത് മാറ്റാനുണ്ട്, കുറേ താഴ്ത്തി കൊണ്ടുവരാനുണ്ട്. ആ ഓവർപാസിൻ്റെ ആ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഭാഗത്ത് നിന്ന് ഇനിയും മണ്ണ് എടുത്ത് മാറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. ബാക്കിയുള്ള വർക്കുകൾ എന്തായി എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഓവർപാസിൻ്റെ മുകളിലേക്ക്. ഇവിടെ കാണാം വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലൂടെ പോകുന്നത്. ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് കാണാം നമുക്ക്. ഇവിടെ കുറച്ച് താഴ്ന്ന ഭാഗം ഇവിടെ, അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇവിടെ താൽക്കാലികമായിട്ടുള്ളൊരു രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്ക്. ഇതാണ് ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ടായിരുന്നത്, അതൊക്കെ മൂടിയിട്ടുണ്ട്. ഇതാണ് കോഴിക്കോട് ഭാഗത്തേക്കാണ് ഈ വാഹനങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം വാഹനങ്ങൾ വരുന്നത്. ഇവിടെ ട്രാഫിക്കൊക്കെ വെച്ചിട്ട് നിയന്ത്രിക്കുകയാണ് താൽക്കാലികമായിട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, വെയിലത്ത് ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ പറയുന്നതിൽ ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ഷമിക്കുക. നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ടുകളൊക്കെ തരിക. ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ കാണുന്നത്. ഈ ഭാഗത്ത് കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ ക്രഷ് ബാരിയർ വെക്കുന്ന വർക്കാണ് നടക്കുന്നത്. അത് കൊണ്ടുവന്ന് വെക്കുന്നത് കാണുന്നുണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് ക്രഷ് ബാരിയർ കൊണ്ടുവന്ന് വെക്കുന്നത്. ഇവിടെ മെറ്റലുകൾ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്, അത് നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ആ ഭാഗത്ത് ഇനി സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് നടക്കാനുണ്ട്. ആ ഭാഗത്ത് കട്ട വെച്ചുള്ള വർക്കാവും തോന്നുന്നില്ല, സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കായിരിക്കാം. അതിൻ്റെ മുന്നേ ആ ഭാഗത്ത് എന്തോ മെറ്റലുകളൊക്കെ സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട് കൂട്ടിയിട്ട്. അപ്പോൾ കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്ന ആ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ബ്ലോക്കിൽ കിടക്കുന്നത് കാണാം. നമുക്ക് ആംബുലൻസ് വരെ ഉണ്ട് ആ ബ്ലോക്കിൽ. അപ്പോൾ വലിയൊരു ബ്ലോക്ക് തന്നെ അനുഭവിക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ വർക്ക് കഴിഞ്ഞ് ഇതിലൂടെ വാഹനങ്ങൾ ഓടിയാലാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉള്ള ബ്ലോക്ക് ഒഴിവാകുള്ളൂ, മലാപ്പറമ്പ് ഭാഗത്തുള്ള. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് തിരിച്ചാലുള്ള ഇവിടുത്തെ ഒരു കാഴ്ച. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം, മുന്നോട്ട് ആ ഭാഗത്തേക്ക് കണ്ണൂർ റൂട്ടിലേക്ക് വെങ്ങേരി ഭാഗത്തേക്ക്. അവിടെ ഒരു ഇതുപോലെ ഓവർപാസ് വന്നിട്ടുണ്ടായിരുന്നു. ഓവർപാസിൻ്റെ അവിടെ കുറേ വർക്കുകളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അത് എന്താണ് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. കോഴിക്കോട് ബൈപ്പാസിൽ വർക്ക് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞു എന്ന് പറയാം. എന്നാൽ ഇങ്ങനെയുള്ള കുറേ വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് കാണാം ഇവിടെയും സെൻറ്ററിൽ ക്രാഷ് ബാരിയർ വെച്ചിട്ടില്ല, വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം. അതാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ. ആ ഭാഗത്ത് അവിടുന്ന് കുറച്ച് ഒരു 50 മീറ്ററൊക്കെ വരുമ്പോൾ തന്നെ കാണാം ഈ ഭാഗത്ത് സെൻറ്റർ ഭാഗത്തുള്ള ക്രാഷ് ബാരിയർ വെച്ചിട്ടില്ല. ഇതൊരു ചെറിയൊരു ജംഗ്ഷനും കൂടാണ്. ഈ ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു ഭാഗം. ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഒന്നും ചെയ്യാതെ കിടക്കുന്നതുകൊണ്ട് ഹൈവേയിൽ സ്പീഡിലൊക്കെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഇവിടെ വാഹനങ്ങൾ ഇതുപോലെ കണ്ടില്ലേ ക്രോസ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ ഈ വാഹനങ്ങൾ പെട്ടെന്ന് വരുന്ന സമയത്ത് ഇവിടെ വാഹനങ്ങൾ ക്രോസ് ചെയ്യായിരിക്കാം. അപ്പോൾ അങ്ങനെ ബ്ലോക്കുകൾ അനുഭവിക്കുന്നുണ്ട്, അപകടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇവിടെ താഴ്ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ടെന്ന് തോന്നുന്നത്. ആ ഭാഗത്തേക്ക് സർവീസ് റോഡ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇവിടെ വാഹനങ്ങൾ ഇതിലൂടെ തോന്നുന്നത്. നോക്കട്ടെ, ആ ഭാഗത്ത് ഒരു സർവീസ് റോഡും ഉണ്ട്, പിന്നെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലൂടെ വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്ക് ആയിട്ടില്ല. ഇവിടെ കുറേ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഇനിയും നടക്കാനുണ്ട്. ആ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ഭാഗത്തും ഇങ്ങനെയാണ്. ഇങ്ങനെ കുറേ ഭാഗങ്ങൾ കോഴിക്കോട് ബൈപ്പാസിലുണ്ട്. ഇവിടെ ഇതുപോലെ ജോയിൻറ്റ് ചെയ്യാനുള്ള ഭാഗമാണ്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയും കുറേ ഭാഗത്തുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയേക്കാം. ആ ഭാഗത്തൊക്കെ ഇനിയും ക്രാഷ് ബാരിയറുകൾ ജോയിൻറ്റിങ് ആണ് മെയിനായിട്ടുള്ളത് ഇവിടെയൊക്കെ കൂടുതലായിട്ട് നടക്കാനുള്ളത്. പിന്നെ ലൈൻ മാർക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ലൈൻ മാർക്കിംഗ് വരാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയുണ്ട് ഒരുപാട്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൻ്റെ ഒരു വർക്കിൻ്റെ തുടക്കം കാണാം. നമുക്ക് മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, താഴ്ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. മലപ്പുറം ഭാഗത്തൊക്കെ ഇതിൻ്റെ മുകളിൽ കട്ട വിരിച്ചിട്ടുണ്ട്, നല്ല രീതിയിലൊക്കെ ആയിട്ടുണ്ട്. കുറേ ഭാഗത്ത് കോഴിക്കോട് ബൈപ്പാസിലും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ബസ് സ്റ്റോപ്പുകൾ. അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോകാനുള്ളത്. ആ ഭാഗത്തും ഒരു ക്രാഷ് ബാരിയർ ജോയിൻറ്റ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈവേയിൽ വരുന്ന ഒരു ടോൾ ഫീ നമ്പർ. ഇതാണ്. ഞാൻ ഇത് വേറെ വീഡിയോയിൽ കാണിച്ചിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഹൈവേയിൽ വരുന്ന ആക്സിഡൻറ്റുകൾ, ബ്രേക്ക് ഡൗണുകളൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് ഒരു നമ്പറുകളൊക്കെ ഇടുന്നുണ്ട്, ഒരു മഞ്ഞ നമ്പറുകൾ. ചൈനേജ് നമ്പർ എന്നാണ് അതിന് പറയുക. ആ നമ്പറിൽ വിളിച്ചാലാണ് അവർ വിളിക്കുമ്പോൾ ഈ സംഭവം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരിക. ആ നമ്പറൊന്നും ഇവിടെ കൊടുത്ത് കാണുന്നില്ല. ഇനി ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ നമ്പറുകൾ കൊടുക്കും. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഉൾപ്രദേശങ്ങൾ, അതുപോലെ ഈ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുള്ള ഭാഗത്തിൻ്റെ പേരൊന്നും ഇവർക്ക് കമ്പനികൾക്കൊന്നും അറിയാത്തതുകൊണ്ട് അവർ ഈ നമ്പർ അന്വേഷിച്ചായിരിക്കും വരിക. അപ്പോൾ ആ നമ്പറാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരിക. അപ്പോൾ അതിനുള്ളൊരു നമ്പർ കൂടെ ഇവിടെ കൊടുക്കാനുണ്ട്. അതൊന്നും ഇവിടെ എത്തിയിട്ടില്ല, അതൊക്കെ കൊടുക്കുമായിരിക്കാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ തൊണ്ടയാട് ഭാഗത്തുനിന്ന് തുടങ്ങി ഇവിടെ വേങ്ങേരി ഭാഗത്ത് എത്താറായിട്ടുണ്ട്. വേങ്ങേരി ഭാഗത്താണ്. അവിടെ കാണാൻ നമുക്കൊരു ഓവർപാസിൻ്റെ അടുത്ത് വരെ പോകാം നമുക്ക്. ഇവിടെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതാണ് സർവീസ് റോഡ്, ഇവിടെയുള്ള ഒരു സർവീസ് റോഡ്. ആ ഭാഗത്ത്
ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഇനിയും നടക്കാനുണ്ട് കുറച്ച് ഭാഗത്ത് അങ്ങോട്ട് ഓവർപാസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഓവർപാസിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. ഇവിടെയും കുറച്ച് ജോയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ, ക്യാമറൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കാണാം നമുക്ക് ജോയിൻറ്റിങ്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയുമുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച. നമുക്ക് ഓവർപാസിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. നമ്മൾ ഓവർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയും കാണാം നമുക്ക് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കുറച്ച് ബാക്കിയുണ്ട്. മുകളിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഓവർപാസിൻ്റെ ഡിസൈൻ ഒരു വേറെയാണ്. കാണാൻ നമുക്ക് തൂണുകൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കൊന്ന് അടുത്ത് പോയി നോക്കാം. ഇതിൻ്റെ മുകളിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന വർക്കുകളാണ്, ഫിനിഷിങ് വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. സൈഡിൽ ഇങ്ങനെ പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കാനുള്ള വർക്കുകളൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഈ ഭാഗത്ത് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, കാണാം. പെയിൻ്റ് അടിച്ച ഭാഗത്ത് തന്നെ പൊടിയും മണ്ണൊക്കെ പിടിച്ച് കിടക്കുകയാണ്. വാഹനങ്ങളൊക്കെ വളരെ വേഗത്തിലാണ് ഇതിലൂടെ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വേങ്ങേരി ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ഫ്ലൈ ഓവർ. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ബൈ, ജയ് ഹിന്ദ്.